ഉയിർപ്പ് അഞ്ചാം ഞായർ. ലൂക്ക 10, 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. വളരെ അത്ഭുതത്തോടെ ഒരു സ്വപ്നത്തിലെന്നവണ്ണം ഒരു വിദൂര ദർശനം കണ്ടുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷം ഞാൻ വായിച്ച് ധ്യാനിച്ചത്. ഈശോ അനേക ശിഷ്യരിൽ നിന്ന് 72 പേരെ തിരഞ്ഞെടുത്ത് അവരെ 2 പേരായി ചുറ്റുപാടുമുള്ള പട്ടണങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും അയക്കുകയാണ്. അവിടത്തേക്ക് മുന്നോടിയായിട്ടാണ് അവരെ അങ്ങോട്ടെല്ലാം അവിടുന്ന് അയക്കുന്നത്. തിരഞ്ഞെടുപ്പിനും 2 പേരായി അവരെ അയക്കുന്നതിനും ഒക്കെ കുറേ സമയം എടുത്തു കാണും. ഒറ്റയ്ക്ക് ആരെയും അവിടുന്ന് അയക്കുന്നില്ല. 2 പേരായിട്ടാണ് അവിടുന്ന് അവരെ അയക്കുന്നത്. അയക്കപ്പെടുന്നവരുടെ ഇടയിൽ ഒരു കൂട്ടായ്മ അവിടുന്ന് ആഗ്രഹിക്കുന്നു. സുവിശേഷം പ്രസംഗിക്കാനാണ് അവിടുന്ന് അവരെ അയക്കുന്നത്. കർത്താവ് പിന്നാലെ വരുന്നുണ്ട് എന്ന സുവിശേഷം. വേറെ വാക്കിൽ സ്വർഗരാജ്യം സമാഗതമായിക്കൊണ്ടിരിക്കുന്നു എന്ന വിളംബരമായിരുന്നു അത്. സ്വർഗരാജ്യത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് സമാധാനം. അതാണ് അവർ ആദ്യമേ ആശംസിക്കേണ്ടത്. അത് ആരംഭിക്കുന്നത് ഭവനങ്ങളിലാണ്. വഴിയോരങ്ങളിൽ കണ്ടുമുട്ടുന്നവരോടെയൊക്കെ അല്ല. ഭവനങ്ങളിൽ അവർക്ക് ലഭിക്കുന്ന സ്വീകാര്യതയ്ക്ക്, ഭവനത്തിൻ്റെ കൂട്ടായ്മയിൽ പങ്കുപറ്റുന്നതിന് ഒക്കെ വലിയ പ്രാധാന്യമുണ്ട്. രോഗികളുടെ സുഖപ്പെടുത്തലിലൂടെ ദൈവരാജ്യത്തിൻ്റെ ഉദയം ചെയ്യൽ ദൃശ്യവും അനുഭവവേദ്യവും ആകുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയത് കർത്താവ് പ്രകടമാക്കിയ ദർശന സാധ്യതയാണ്. കൊയ്ത്ത് വളരെ, വേലക്കാരോ ചുരുക്കം. നിങ്ങൾക്ക് അമിതമായ ജോലി ഉണ്ടായിരിക്കും. അതിനാൽ കൂടുതൽ ജോലിക്കാരെ നൽകുവാൻ കൊയ്ത്തിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കണം. താൻ അയക്കുന്നവരെ കൂടാതെ വിളഞ്ഞുകിടക്കുന്ന വയലുകളിലേക്ക്, ആ പ്രദേശങ്ങളിൽ നിന്നും ജോലിക്കാരെ കണ്ടെത്തണമെന്ന സൂചന കൂടെ ഇല്ലേ ഇവിടെ വിളഞ്ഞുകിടക്കുന്ന വയലുകളെയാണ് കർത്താവ് അകലെ ഇരുന്നു കൊണ്ട് കാണുന്നത്. നിങ്ങൾ കണ്ണുകൾ ഉയർത്തി നോക്കുക, പാകമായി കിടക്കുന്ന വയലുകളെ നിങ്ങൾ കാണുന്നില്ലേ എന്ന് മറ്റൊരവസരത്തിൽ കർത്താവ് പറയുന്നുണ്ട്. വിളഞ്ഞുകിടക്കുന്ന വയൽ ദർശന വിഷയമാണ്. മനുഷ്യഹൃദയങ്ങളാണ് ആ വയലുകൾ. അവിടെയാണ് വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കപ്പെടുന്നത്. ഹൃദയങ്ങളാണ് ദൈവരാജ്യത്തിൻ്റെ സമാധാനം ഏറ്റുവാങ്ങുന്നത്. ഹൃദയങ്ങളുടെ സൗഖ്യമാണ് സദ്വാർത്തയോടൊപ്പം അയക്കപ്പെടുന്നവർ പങ്കുവയ്ക്കേണ്ടത്. വഴിയാത്രയിൽ ആരംഭിക്കുന്നതാണ് സുവിശേഷ പ്രഘോഷണം. വടിയും സഞ്ചിയുമില്ലാതെ, സമാഹരിക്കുവാനും വിതരണം ചെയ്യുവാനും ഒരു പദ്ധതിയുമില്ലാതെ, വഴിയിലെങ്ങും തങ്ങി നിൽക്കാതെയാണ് അവർ പോകേണ്ടത്. ആ വിധത്തിലുള്ള യാത്രയിലൂടെയാണ് അവർ ശിഷ്യന്മാരും അപ്പസ്തോലന്മാരുമാകുന്നത്. ഇറങ്ങിപ്പുറപ്പെടൽ തന്നെ ദൈവരാജ്യ പ്രഘോഷണമാകുന്നു. എല്ലാം കൈവിട്ടുള്ള യാത്രയാണത്. സ്വീകാര്യതയ്ക്ക് ഉറപ്പില്ല. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ പോലെയാണ് അവർ പോകേണ്ടത്. എല്ലായിടങ്ങളിലും സ്വീകാര്യത ഉണ്ടാവുകയില്ല. ചെരുപ്പ് പോലും ധരിക്കാതെയാണ് അവർ പോകേണ്ടത്. കല്ലുകളും മുള്ളുകളും നിറഞ്ഞ വഴികളിലൂടെ, ഗ്രാമങ്ങളിലെയും പട്ടണങ്ങളിലെയും പൊടി നിറഞ്ഞ വഴികളിലൂടെ അവർ പോകണം. കർത്താവിൻ്റെ നാമത്തിൽ ആരെങ്കിലും അവരെ സ്വീകരിക്കുന്നില്ലെങ്കിൽ അവരുടെ കാലുകളിൽ പറ്റിയ പൊടി പോലും അവരെ തട്ടിക്കളഞ്ഞ് മുന്നോട്ട് പോകണം. അവർ പങ്കുവയ്ക്കുന്ന സമാധാനം സ്വീകരിക്കപ്പെടുന്നില്ലെങ്കിൽ അത് തിരിച്ച് അവരിലേക്ക് വരും. അങ്ങനെയും അവർ സമ്മാനിതരാകുന്നു. ഇന്ന് നമുക്ക് ഭാവനയിൽ മാത്രം കാണാൻ സാധിക്കുന്ന ഒരു റാഡിക്കാലിറ്റിയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. 2000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു കാഴ്ച. നമ്മിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ പഴമയുടെ പൊടി പിടിച്ച ഒരു കാലത്ത് സംഭവിച്ചവയുടെ ദർശനാവിഷ്കാരമാണ് ഇന്നത്തെ സുവിശേഷത്തിലുള്ളത്. അതിനാലാണ് അത്ഭുതത്തോടെ ഇന്നത്തെ സുവിശേഷത്തെ ഞാൻ വായിച്ച് ധ്യാനിച്ചത്. 72 പേരിൽ ഞാനും ഉൾപ്പെടാൻ കൊതിച്ചുപോയി. അതിനുള്ള ധൈര്യം ഇല്ലാഞ്ഞിട്ട് പോലും. കർത്താവ് പറഞ്ഞയക്കുന്ന ശിഷ്യന്മാരുടെ പ്രഘോഷണത്തിൽ ഒരു ആകമാന പുതുമയുണ്ട്. അതാണ് എന്നെ ഏറ്റവും ആകർഷിക്കുന്നതും ഉള്ളിൽ സ്പർശിക്കുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നതും. അത് പ്രഘോഷണ രീതിയിലും ഉള്ളടക്കത്തിലും കണ്ടെത്താൻ സാധിക്കും. ശിഷ്യന്മാർ പ്രഘോഷിക്കേണ്ടത് പുതിയതിനെയാണ്. അതുകൊണ്ടാണ് സദ്വാർത്തയാകുന്നത്. വയലുകൾ വിളഞ്ഞുകിടക്കുകയാണ്. ആ നാട്ടിലുള്ളവർക്ക് അത് കൊയ്തെടുക്കുവാൻ തോന്നുന്നില്ലേ? ഇതുവരെ അവർ വിളഞ്ഞുകിടക്കുന്ന വയലുകൾ കണ്ടെത്തിയില്ലേ? ഈ വയലുകൾ വെർജിൻ ലാൻഡ് പോലെയായിരുന്നു. അവിടെയാണ് ഒരു സുപ്രഭാതത്തിൽ വിളഞ്ഞുകിടക്കുന്ന വയലുകൾ ദൃശ്യമാകുന്നത്. അത്ഭുതങ്ങൾ ദർശിക്കുവാൻ നമ്മുടെ കണ്ണുകൾക്ക് കഴിവുണ്ടാകണം. ഇന്നാണെങ്കിലും പുതുമ ദർശിക്കുവാൻ കഴിവുള്ള കണ്ണുകളോടെയും ഹൃദയത്തിൻ്റെ ഭാവനയോടെയും ഇറങ്ങിപ്പുറപ്പെട്ടാൽ നമുക്ക് എവിടെയും വിളഞ്ഞുകിടക്കുന്ന വയലുകൾ കാണുവാൻ സാധിക്കും. നല്ല വിളവ് നൽകുന്ന കൃഷിയിടങ്ങൾ, ആട്ടിൻകൂട്ടങ്ങൾ മേഞ്ഞു നടക്കുന്ന പുൽത്തകിടികൾ, വരുന്നവരെയെല്ലാം അതിഥികളായി സ്വീകരിക്കുന്ന ഭവനങ്ങൾ, സമാധാനം ആശംസിക്കുന്നവരുടെ സാന്നിധ്യമൊക്കെ എൻ്റെ ഭാവനാചിത്രത്തെ വർണ്ണപ്പകിട്ടുള്ളതാക്കുന്നു. നാം ഇന്ന് ജീവിക്കുന്ന ചുറ്റുപാടുകളുമായി ഒത്തുചേരാത്ത ഒരു ചിത്രമാണിത്.
ഇന്നത്തെ രാഷ്ട്രീയ മതാധിഷ്ഠിത സാമ്പത്തിക സംവിധാനങ്ങൾക്ക് ഒട്ടും ചേരാത്ത ഒരു ചിത്രമാണിത്. അതിനാൽ ഇത് പുതുമയുടെയും ഒപ്പം പഴമയുടെയും ചിത്രമാണ്. അത് കൂടുതൽ വ്യക്തമാകണമെങ്കിൽ അത് ധ്യാനദർശനം ആയിത്തീരണം. കർത്താവ് എന്നെ അവിടുത്തെ മുന്നോടിയായിട്ടാണ് അയക്കുന്നത് എന്നത് എനിക്ക് അഭിമാനവും കൂടുതൽ ഇനിഷ്യേറ്റീവും, അതായത് പുതിയതിനെ തേടുവാനുള്ള ഉദ്യമവും നൽകുന്നതാണ്. കർത്താവിനാണ് ഞാൻ വഴിയൊരുക്കുന്നത്. അവിടത്തേക്ക് വഴി അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല. മനുഷ്യഹൃദയങ്ങളിലേക്കുള്ള വഴി തുറക്കുവാൻ നമ്മൾ കർത്താവിന് മുമ്പേ തന്നെ തുനിഞ്ഞിറങ്ങണം എന്ന സൂചനയും ഇവിടെയുണ്ട്. ഈ സുവിശേഷത്തിൽ എൻ്റെ കുറവുകളെക്കുറിച്ച് എനിക്ക് ഉത്കണ്ഠ വേണ്ട. എൻ്റെ കുറവുകളെ പിന്നാലെ വന്ന് അവിടുന്ന് പരിഹരിച്ചുകൊള്ളും. നമ്മെക്കൊണ്ട് അവിടുത്തേക്ക് ആവശ്യമുണ്ട് എന്ന സൂചനയും ഈ സുവിശേഷത്തിലുണ്ട്. ദൈവരാജ്യം സ്ഥാപിക്കുവാനും വെട്ടിപ്പിടിക്കുവാനുമുള്ളതാണ്. ഇസ്രായേൽ ജനം വാഗ്ദാന ഭൂമി കൈയടക്കിയതുപോലെ ഒരു കടുകുമണിയിൽ നിന്ന് പൊട്ടി വളർന്ന ആയിരക്കണക്കിന് കടുകുമണികൾ വിളയുന്നത് പോലെ, നിലത്ത് വീണഴിയുന്ന നെന്മണി നൂറുമേനി വിളവ് നൽകുന്നത് പോലെ, വയലുകളും പുൽത്തകിടികളും കൊണ്ട് നാട് പച്ച നിറഞ്ഞ് സമ്പന്നമാകുന്നത് പോലെ ഒരു വളർച്ചയുടെയും ആയിത്തീരലിൻ്റെയും ആക്കിത്തീർക്കലിൻ്റെയും ദർശനമാണ് സുവിശേഷ പ്രഘോഷണത്തിന് പിന്നിൽ. അത് സ്ഥലകാല പരിമിതികൾക്കും അകലങ്ങൾക്കും അതീതമാണ്. പ്രത്യക്ഷമാകുന്ന ദൈവരാജ്യം ദൃശ്യമാകുന്നത് ആദ്യം ഹൃദയങ്ങളിലാണ്. ആത്മീയമായ ഭാവനയാണ് നമ്മുടെ ഹൃദയങ്ങളിൽ ആ ചിത്രം വരയ്ക്കുന്നത്. ഈ ഒരു ദർശനത്തിലേക്കാണ് ഇന്നത്തെ സുവിശേഷം എന്നെ നയിക്കുന്നത്. സ്ഥാപനവൽക്കരിക്കപ്പെട്ട മതിലുകൾ ഉയർത്തപ്പെട്ട നമ്മുടെ സഭയ്ക്കും സഭാദർശനത്തിനും ഒട്ടും ചേർന്നതല്ല ഇന്നത്തെ സുവിശേഷം. എല്ലാ ഇടങ്ങളിലേക്കും തുറന്നിരിക്കുന്ന ഈ ദർശനം പുരോഹിതരുടെയും സന്യസ്തരുടെയും സഭാ നേതൃത്വത്തിൻ്റെയും പാസ്റ്ററൽ കൺസേൺസും പ്രോഗ്രാമുകളുമായി ഒട്ടും ചേർന്നു പോകാത്ത ഒന്നാണ്. അത് കാലഹരണപ്പെട്ടു പോയ ഒന്നല്ല. ആദ്യ ദർശനം കാലഹരണപ്പെട്ടു പോകുമ്പോഴാണ് സ്ഥാപനവൽക്കരിക്കപ്പെട്ട് നിശ്ചലമാകുന്ന സംവിധാനങ്ങൾ ഉയർന്നു പൊങ്ങുന്നത്. അത് ദൈവരാജ്യമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. നഷ്ടപ്പെട്ട് മറന്നുപോയ ഒരു ദർശനത്തെ ഉയർത്തുവാൻ ഇന്നത്തെ സുവിശേഷം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എവർക്കും ഞായറാഴ്ചയുടെ അനുഗ്രഹാസങ്ങൾ ആശംസിക്കുന്നു.